कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यपरिपालनम्। അലാറം അടിച്ചാലും മാല കുത്തിയാലും അവരൊരു കുലുക്കവും ഇല്ല. ജയദേവാ, എടാ ജയദേവാ, എടാ ജയദേവാ, എടാ എഴുന്നേക്കടാ. അമ്മേ ഗുഡ് മോർണിംഗ്. ഞാൻ കുറച്ചു നേരം കൂടി ഉറങ്ങിക്കോട്ടെ പ്ലീസ്. നാളെ നിന്റെ കല്യാണം നിശ്ചയ, എന്നിട്ട് മൂടി പൊച്ചു വരുന്ന ഉറങ്ങണം കണ്ടില്ലേ? അമ്മ നിശ്ചയം കഴിഞ്ഞാൽ കല്യാണത്തിന്റെ ടെൻഷനായി, കല്യാണം കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിന്റെ ടെൻഷനായി. ഇതേപോലെ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുമോ? അതുകൊണ്ട് ഇന്ന് നല്ലോണം അങ്ങ് ഉറങ്ങി തീർക്കാമെന്ന് വിചാരിച്ചു. വേഗം എന്നിട്ട് കുളിച്ചിട്ട് വാ, 100 കൂട്ടം പണിയുള്ളതാ. ചായ കുടിക്ക. ഞാൻ കുളിച്ചോണ്ടിരിക്കണമ്മേ. ഉള്ളിൽ കടന്നു കരൽ കൊള്ളയടിക്കും നിന്നെ കള്ളിപ്പെണ്ണെന്നു വിളിക്കും. അടി തെറ്റിയ ആനയും വീഴും. അടിയല്ലേ മുത്തശ്ശി, ചവിട്ടിയാ തെറ്റിയത്. കൊറേ നേരായല്ലോ നീ കരളാനും കൊള്ളാനും തുടങ്ങിയിട്ട്. ഇപ്പൊ എന്താ തുള്ളലേ? അതെ മുത്തശ്ശി, ഈ വെറ്റിലെ സേലമാണോ തലയാലപ്പുറമ്പാണോ? ഇത് രണ്ടും അല്ല, അത് കോഴിക്കോടനാ. കോഴിക്കോടൻ ഉഗ്രല്ലേ. പിന്നെ മുത്തശ്ശി, നാളെ അല്ലേ സുഭദ്രയുടെ വിവാഹ നിശ്ചയം? അപ്പൊ ഞാൻ ഇന്നേ അങ്ങോട്ട് പോകുന്നല്ലേ നല്ലത്? വേണ്ട വേണ്ട വേണ്ട, സുഭദ്രയെ ഇനി കാണണെങ്കി നാളത്തെ ചടങ്ങിന്റെ സമയത്തേ പറ്റൂ. എന്നാ മുത്തശ്ശിയെ ഞാൻ ഇന്നേ അവിടെ കൊണ്ടുവിടാം. അമ്മ ഇല്ലാത്ത പെണ്ണല്ലേ. ജയദേവ, വേഗോളം നിൽക്കാമെങ്കിൽ ആറോളം നിൽക്കാൻ പാടില്ലേ? അതിന് ഞാൻ അവളെ കാണണമെന്ന് പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ മുത്തശ്ശി? ഉണ്ണെ കണ്ടാ അറിയില്ലേ, ഊരയിൽ അപ്പടി പൊടിയാണെന്ന് അതല്ലേ മുത്തശ്ശി പറഞ്ഞു. പിന്നെ അമ്മേ, ഞാൻ MP-യുടെ ബംഗ്ലാവ് വരെ പോയിട്ട് വരാം. ഡൽഹിയിൽ നിന്ന് ഫോൺ കോൾ ഉണ്ടായിരുന്നു. അദ്ദേഹം നാളെ എത്തും. നീ ഇങ്ങനെ MP-യുടെ മന്ത്രിയുടെ ഒക്കെ പുറകെ നടന്നു? പുറകെ നടക്കാൻ വേണ്ടിയല്ലേ MP എന്നെ P ആക്കിയത്. പിന്നെ സ്വന്തം മുറപ്പെണ്ണിനെ കെട്ടാനായി ഇങ്ങനെ ഒരു നിശ്ചയത്തിന്റെ ആവശ്യമുണ്ടോ? ഉണ്ടോ മുത്തശ്ശി? നീ മാത്രല്ല മുറച്ചെറുക്കൻ, നിശ്ചയിച്ചു വെച്ചില്ലെങ്കിലേ സുഭദ്രയും കൊണ്ട് വേറെ ആണുങ്ങള് പോകും. ആ നാക്കൊന്ന് കിട്ടിയേ. ഇത് ഫലിക്കില്ല. ഇത് കരുനാക്കല്ല, ചുവന്ന നാക്ക. ദേ മുറുക്ക് കുറയ്ക്കണം. മുറുക്കി മുറുക്കി നാക്ക് ഇഷ്ടിക പോലെ ആയി. ഒറ്റ അടി വെച്ച് തന്നാണ്ടല്ലോ. അടി തന്നിട്ടാണ് അടി തരുന്ന് പറയണേ. വരട്ടെ മുത്തശ്ശി. ശരി അമ്മ. ഉപ്പ് മതിയോന്നൊന്ന് നോക്കി. ആ മതി, നന്നായി ഇളക്കിക്കോ. ആ വെള്ളുകിട്ടേങ്ങ് എടുത്തിട്ട് വാ. കുറച്ചുകൂടെ ചെറുതായിട്ട് അരിയേ. കള്ളൻ കള്ളൻ ഓടിവായോ കള്ളൻ. ഞാനൊരു വഴിപോക്കലാണ്. അതെ, ലൈറ്റ് കണ്ടപ്പോ ഇത് സിനിമ ആണെന്ന് കരുതി അല്ലെങ്കിൽ വഴി പറഞ്ഞിട്ടുണ്ടോ? അയ്യോ 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 എന്നാ ചെയ്യല്ലേ? സത്യം പറയാം, ഞാൻ ജയദേവനാണ്. അടി നിർത്തുക. സാറായിരുന്നു. പിന്നെ ആരാന്നാ കരുതിയത്? ഇതുവഴി പോയപ്പോ ആളും വിളിച്ചോ കണ്ട് എന്താന്ന് അറിയാന്ന് വിചാരിച്ച്. അതെ, ഇവിടുത്തെ പെങ്കൊച്ചിന്റെ കല്യാണം നിശ്ചയ നാളെ. അത് ഞങ്ങൾ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അതെയോ? ഇതൊന്ന് വെച്ചോളൂ. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ കുട്ടിയെ ഇന്ന് ഇങ്ങോട്ട് വരണ്ടാന്ന്. അത് പിന്നെ ഭദ്രയ്ക്ക് മുറുക്കാൻ വേണോന്ന് അറിയാൻ, അല്ല മുത്തശ്ശിക്ക് മുറുക്കാൻ വേണോന്ന് അറിയാനായിട്ട്. അത് ഈ നട്ടപ്പാതിരക്ക് തലയിൽ കൊട്ടയിട്ട് കള്ളനെ പോലെ വരണം. വേണ്ടായിരുന്നു ഇപ്പൊ തോന്നുന്നുണ്ട്. എന്നിട്ട് മുറുക്കാൻ എവിടെ? മുറുക്കാൻ മറന്നുപോയി. വേണമെങ്കിൽ ഇപ്പൊ വാങ്ങിക്കോട്ടെ. വേണ്ട. എങ്ങോട്ടാ? തിരിച്ചു പോവാ. മോളെ സുഭദ്രേ, വേഗം ചെന്നിട്ട് കുഴമ്പ് എടുത്തോണ്ട് വരൂ.
അല്ലെങ്കിൽ നാളെ കല്യാണ ചെക്കൻ ചട്ടുകാരനാണ് നാട്ടുകാർ പറയും. നമസ്കാരം സർ. നമസ്കാരം. എന്താ ചെയ്ത കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? എല്ലാം റെഡിയാണ് സർ. മുഹൂർത്തം മുഹൂർത്തമായി. സാറിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ചേച്ചിയും കുട്ടിയാണ്. മോൻ എക്സാം എടുത്തിരിക്കുക. നാട്ടിലാണെങ്കിൽ പ്രശ്നമില്ല. ഡൽഹിയിൽ നിന്നൊക്കെ ഇവിടം വരെ വന്നു പോകാൻ ബുദ്ധിമുട്ടല്ലേ? കല്യാണത്തിന് എന്തായാലും വരും. അത് മതി സർ. എന്നാ ഇനി ഒട്ടും വൈകിക്കണ്ട, വരൂ. ആ. ഇത് നമ്മുടെ MP ജോസഫ് സെബാസ്റ്റ്യൻ സാർ. ഇത് ഭദ്ര. അധികം ഫോർമാലിറ്റി ഒന്നും വേണ്ടോ. വിവാഹത്തിന്റെ അഡ്വാൻസ് ഗിഫ്റ്റ് വാങ്ങിച്ചോളൂ. കല്യാണത്തിന് മുമ്പേ ഇത്രയും ഷോപ്പിംഗ് ആണെങ്കിലേ കല്യാണത്തിന് ശേഷം ഞാനൊരു കൈക്കൂലിക്കാരനായ മാത്രം പോരാ, ഒരു കൊള്ളക്കാരൻ തന്നെ ആകേണ്ടി വരും. പിന്നെ സാരികളുടെയും മറ്റും കൂട്ടത്തില് 3-4 കുട്ടി ഫ്രോക്കുകളൂടെ കണ്ടല്ലോ. ചേച്ചിയുടെ കുട്ടികൾക്കാ. അത്രേ ഉള്ളോ? ഞാൻ വിചാരിച്ചു നമുക്കുണ്ടാകാൻ പോകുന്ന മോക്ക് അഡ്വാൻസ് ആയിട്ട് പോകുന്നുണ്ടോ? കേറിക്കോളൂ. അതെ, നമ്മുടെ മോക്ക് ഞാനൊരു പേര് കണ്ടുവച്ചിട്ടുണ്ട്. ഭദ്രയുടെ മോളല്ലേ ഭദ്രകാളി. അപ്പൊ മോനാണെങ്കിലും മോനാണെങ്കിൽ കാളിദാസ് അല്ലെങ്കിൽ കാളീശ്വരൻ. MP-യുടെ കാറാണല്ലോ അത്. എന്തു പറ്റി സാർ? റേഡിയേറ്ററിന്റെ പൈപ്പ് പൊട്ടിയെന്നാ തോന്നണേ. തൊട്ടടുത്ത് വർക്ക്ഷോപ്പ് വല്ലതും? അടുത്തെങ്ങുമില്ല, കുറച്ചു ദൂരം പോണം. സാറങ്ങോട്ടാ? ബംഗ്ലാവിലേക്ക്. സാറെന്നാ എന്റെ കാറിൽ പൊക്കോളൂ. ഞാൻ ഈ കാർ ശരിയാക്കി അങ്ങോട്ട് കൊണ്ടുവന്നോളാം. അല്ല, അതിപ്പം ഒരു പ്രശ്നമില്ല സാർ. സാർ കയറിക്കോളൂ, വരൂ. സുഭദ്രെ, സാറിന്റെ കാറ് കേടുവന്നു. രണ്ടുപേരും ഒരുമിച്ചായിരുന്നു. ഞങ്ങളൊരു ചെറിയ ഷോപ്പിങ്ങും കാപ്പൂടിയും ഒക്കെ കഴിഞ്ഞിങ്ങനെ. ഇത് നേരത്തെ പറയാമായിരുന്നില്ലേ? നിങ്ങൾ പൊയ്ക്കോളൂ. അത് സാരമില്ല സാർ. ഭദ്രെ, സാറിന്റെ ബംഗ്ലാവിൽ ഇരുന്നാ മതി. ഞാൻ ഉടനെ എങ്ങെത്തിക്കോളാം. സാറ് കയറിക്കോളൂ. ചാക്കോച്ച, ആ കുട്ടി വിളിച്ചകത്തിരുന്നു. ഓ, വരൂ കുഞ്ഞെ. ഇവിടെ ഇരുന്നോളൂ.
ഒന്നുമില്ലടോ. ജയദേവനും ഭദ്രയും കാറപകടത്തിൽ മരിച്ചിരിക്കുന്നു. മനസ്സിലായില്ലേ? രണ്ടുപേരും കാറപകടത്തിൽ മരിച്ചിരിക്കുന്നു. ജയദേവനെ കുറിച്ച് പത്രത്തിലൊരു ന്യൂസ് ഉണ്ട്. ശ്രീ സെബാസ്റ്റ്യൻ ജോസഫ് എംപിയുടെ പി ആയിരിക്കെ കാറപകടത്തിൽ മരിച്ച ജയദേവന്റെ കുടുംബ സഹായ നിധിയിലേക്ക് എംപിയുടെ ഫണ്ടിൽ നിന്നും 1 ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നു. താൻ കള്ളന് കഞ്ഞി വെച്ചവനാണോ? അതെന്താ സാറേ? എന്താണെന്നോ? ഓരോ കാര്യസാധ്യത്തിനും ഓരോ കുപ്പിയായിട്ട് കയറി വരും. പാലം പണിക്കൊരു കുപ്പി, കൂപ്പിലേലത്തിനൊരു കുപ്പി. അല്ല, തന്റെ കയ്യിൽ ഈ കുപ്പി മാത്രമേ ഉള്ളൂ? അപ്പോ ഇലക്ഷൻ സമയത്ത് ഞാൻ തന്ന ഫണ്ടുകളൊക്കെ സാറ് മറന്നോ? അതൊന്നും ഞാൻ കൈകൊണ്ട് തൊട്ടിട്ടില്ല. ഒക്കെ ജനങ്ങൾക്ക് വീതിച്ചു കൊടുത്തു. വോട്ട് കിട്ടാനേ. ഞാനൊരു പാവം ജനസേവകനല്ലേ. ഇത്തവണത്തെ പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞ് വരുമ്പോ നമ്മുടെ പ്രോഡക്റ്റിന്റെ എക്സ്പോർട്ടിംഗ് പെർമിറ്റ് സാറൊന്ന് ശരിയാക്കി തരണം. അത് താൻ പ്രത്യേകിച്ച് പറയണോടോ? അതിനു വേണ്ടിയല്ലേ പാർലമെന്റ് കൂടുന്നതിന് ഒരാഴ്ച മുമ്പ് നാളെ തന്നെ ഞാൻ പോണത്. എന്നാ കുപ്പിയല്ലാത്തൊരു പാർട്ടി ഞാനിന്ന് അറേഞ്ച് ചെയ്ത് തരും. ഞാനിപ്പോ വരാം. ഹലോ, അതെ. മനസ്സിലായി. വേഗം വരാൻ പറ. പെട്ടെന്ന്. വേഗം. ഹലോ സർ. വരൂ. വാ, ഇരിക്കേ. സദാനന്ദൻ മേലാണ് പറഞ്ഞയച്ചിട്ട് വന്നത്. അറിയാം. എനിക്ക് ഫോൺ ചെയ്തിരുന്നു. സാർ എന്നെ തെറ്റിദ്ധരിക്കരുത്. മുതലാളിയുടെ ഒരു കാര്യമായതുകൊണ്ടാ ഞാനിവിടെ വന്നത്. അതൊക്കെ എനിക്കറിയില്ലേ. വാ.
മനുഷ്യജന്മത്തിന്റെ സുഖവും സന്തോഷവും അനുഭവിക്കാൻ നിന്റെ പരമ്പരയിൽപ്പെട്ട ആരെയും ഞാൻ അനുവദിക്കില്ല. നിന്റെ മക്കളോട് കൂടി തന്നെ നിന്റെ തലമുറ നശിപ്പിക്കും ഞാൻ. അവരെ കൊണ്ട് മംഗല്യഭാഗ്യം അനുഭവിപ്പിക്കില്ല, അനുഭവിപ്പിക്കില്ല, അനുഭവിപ്പിക്കില്ല. I think we are getting near to our goal. We should try to finish it by this month end. Yes, sir. പപ്പയുടെ പേരിലാണ് നമ്മൾ ഈ ഹോസ്പിറ്റൽ കെട്ടിപ്പൊക്കുന്നതെങ്കിലും എൻ്റെ മനുമോൾക്ക് വേണ്ടിയാണ് ഞാനിതെല്ലാം ചെയ്യുന്നത്. നാട്ടിലെത്തുന്ന അവളെ നേരിട്ട് സ്വീകരിച്ചിരുത്തേണ്ടത് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ആയിരിക്കണമെന്ന് എനിക്കൊരു വാശിയുണ്ടായിരുന്നു. അത് നടക്കാത്തതിൽ എനിക്ക് പരാതിയൊന്നുമില്ല, സന്തോഷമേ ഉള്ളൂ. കാരണം ആ 1 month എന്റെ സിസ്റ്റർ എന്നോടൊപ്പം ഉണ്ടാവുമല്ലോ. എന്നാണ് സർ മാഡം ലണ്ടനിൽ നിന്ന് വരുന്നത്? ഡേ ആഫ്റ്റർ ടുമാറോ, മറ്റന്നാൾ. 2 ദിവസം കഴിഞ്ഞ് മമ്മിയുടെ 18ാം ചരമവാർഷികമാണ്. നാട്ടിലെ വീട്ടിൽ അവളോടൊപ്പം കഴിയാനാ തീരുമാനം. ഹോസ്പിറ്റലിലെ പണി തീരുന്നത് വരെ അവളവിടെ കഴിയട്ടെ. ആ അറ്റ്മോസ്ഫിയർ അവൾക്കൊരു ചേഞ്ച് ആയിരിക്കും. സാർ ഇന്ന് തന്നെ നാട്ടിലേക്ക് പോകുന്നുണ്ടോ? പോയല്ലേ പറ്റൂ. വർഷങ്ങളായി കാര്യസ്ഥനല്ലേ നോക്കുന്നത്. ബംഗ്ലാവ് ഏത് കോലത്തിലാണെന്ന് ഇനി ആർക്കറിയാം. പറഞ്ഞ സമയത്തിന് തന്നെ സാറ് ഇത്രയും പാഞ്ചാലിറ്റിയുള്ളൊരു മനുഷ്യൻ.
നമസ്കാരമുണ്ട്. നമസ്കാരം. യാത്രയൊക്കെ സുഖമായിരുന്നു? സുഖമായിരുന്നു. ആ. എങ്ങനെയുണ്ട് പിള്ളച്ച? സുഖമല്ലേ? അങ്ങയുടെ കാരണം കൊണ്ട് എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു. ആ. എടാ സുന്ദര, എന്തോ ആ പെട്ടിയെല്ലാം എടുത്ത് സാറിന്റെ മുറി കൊണ്ടുപോയി. എന്റെ മോനാ സുന്ദരൻ. അയ്യടാ. ജനിക്കുന്നതിന് മുമ്പിട്ട പേരാ. സാറേ, സാറും കുഞ്ഞും വരുന്നോണ്ട് ഇവിടെ അടുക്കളപ്പണിക്ക് എന്റെ ഭാര്യയോടും വരാൻ പറഞ്ഞിട്ടുണ്ട്. ആര് വന്നാലും മനുമോളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിന്നോണം. അവൾക്ക് ഇവിടെ ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ? എടാ സുന്ദര, അയ്യോ എടാ പൊട്ടി മോൾ, നിന്നെ പറഞ്ഞ ഒരു കാര്യമില്ല. കഴുതയുടെ മോൾ. നിനക്കൊക്കെ തീറ്റ വരുന്ന നേരം കൊണ്ട് 2 വാഴ വെച്ചിരുന്നെങ്കിൽ ഞാൻ ഒന്നും പറയാനില്ല കേട്ടാ. കള്ള ഹിമാറേ, ചേട്ടാ കള്ളപ്പുള്ള അന്നെ നമ്മൾ വിടൂല. എന്ത് തീരുമാനിച്ചാണ് എന്റെ വെപ്പ്? ഇന്ന കയ്യിൽ നിന്ന് വാങ്ങിയ കായ് നമുക്ക് ഇപ്പൊ കിട്ടണം. ഭഗവതി, ഈ ബാധ ഒഴിപ്പിക്കാൻ എന്തൊരു മാർഗം? അതാണ് ഞാൻ രണ്ടും കൽപ്പിച്ചാ വന്നിരിക്കണേ. ഒന്നുകിൽ എന്റെ മയ്യത്ത് അല്ലെങ്കിൽ എന്റെ മയ്യത്ത്. രണ്ടും നമുക്ക് പുറത്തു വെച്ചാക്കാം കേട്ടോ. എന്ത് പുറത്തു വെച്ചാൽ ഞാൻ എന്തായാലും വിചാരിച്ചേ ഞാനൊരു പമ്പര വിറ്റായിരുന്നോ? ഇല്ല, ഒരിക്കലും ഇല്ല. വിട്ടിയാണെന്ന് അറിയാമായിരുന്നു, പക്ഷെ പമ്പരമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നാ തനിക്ക് തെറ്റി. സദ്ദാം ഹുസൈന്റെ ബാപ്പ മുത്തുപട്ടർ വിചാരിച്ചിട്ട് പോലും എന്നെ ഒതുക്കാൻ പറ്റിയിട്ടില്ല. അത് അപ്പൊ പട്ടരുമായിട്ടുള്ള ബിസിനസ്സും പൊളിഞ്ഞോ? പൊളിക്കും, എല്ലാം പൊളിക്കും ഞാൻ. വിശ്വാസവഞ്ചന, ആൾമാറാട്ടം എന്നിവയെല്ലാം കാണിച്ച് തന്നെ ഈ നിമിഷം വേണമെങ്കിൽ എനിക്ക് അകത്താക്കാൻ കഴിയും. പക്ഷെങ്കിൽ ഞാനത് ചെയ്യൂല. ജീവിക്കാൻ വേണ്ടി മരിക്കാൻ വരെ തയ്യാറായ ഒരു അവസ്ഥയിലാണ് ഞാൻ അറ്റ കൈ പ്രയോഗിച്ചത്. ആരെയും വഞ്ചിക്കണമെന്നുള്ള ഉദ്ദേശം എനിക്കില്ല. ഈ ബംഗ്ലാവ് വിറ്റിട്ടാണെങ്കിൽ പോലും സാറിന്റെ പണം ഞാൻ മടക്കി തരും. അങ്ങനെ വഴിക്ക് വാ. ഈ ബംഗ്ലാവ് വിൽക്കാൻ തനിക്കെന്ത് അവകാശം? ഈ ബംഗ്ലാവ് തന്റെയാ? അല്ല, എന്റെ അല്ല. ഇറക്കല്ലേ, വേല ഇറക്കല്ലേ, എന്റെ അടുത്ത് വേല ഇറക്കല്ലേ. നമ്മളെല്ലാം അറിഞ്ഞിട്ടല്ല വന്നിരിക്കണേ. 24, 24 എത്ര ഇടം? 38 പോരാ, 48 മണിക്കൂറിനുള്ളിൽ എന്റെ കായ് തന്നിട്ടില്ലെങ്കിൽ താനും തന്നെ കുടുംബം അതെ ഓലത്തും ഈ കമ്പൗണ്ടിലിട്ട് വളർത്തും. കാണിച്ചരാ, ഓർമ്മിരിക്കട്ടെ. ആവശ്യമില്ല. Is now ready for departure. Passengers are requested to keep their boarding cards handy and proceed to the aircraft immediately. Indian Airlines Flight IC 172 to Bombay is now ready for departure. Hi. How was your trip? Fine. Come on, come. മോൾ ഉറങ്ങിയില്ലേ? ഇല്ല, അച്ചായൻ പുതുപ്പിച്ച് തരാൻ വേണ്ടി മനുമോള് വെറുതെ കണ്ണടച്ച് കിടന്നതല്ലേ. അപ്പോ മോൾ അച്ചായനെ പറ്റിച്ചാണല്ലേ? ഞാൻ ചോദിക്കട്ടെ, അച്ചായൻ എന്നും ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയാനാ ഭാവം? അതെന്താ? മോൾ എവിടെ പോകുന്നു? ഞാൻ പോകുന്നതിന്റെ അല്ല, എത്ര നാളത്തേക്കെന്ന് വെച്ചാ അച്ചായൻ എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്. അച്ചായനും വേണ്ട ഒരു ജീവിതം. ആരുടെയും പ്രേരണയോ ആജ്ഞയോ ഒന്നുമല്ല എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അറിയാലോ, പപ്പ മരിച്ച 3-ാം വർഷം അമ്മച്ചി മരിക്കുമ്പോ മോക്കന്ന് വയസ്സ് 4. യാതൊരു ഉറപ്പുമില്ലാത്ത ഈ 2 കൈകളിലേക്ക് അമ്മച്ചി നിന്നെ പിടിച്ചേൽപ്പിക്കുമ്പോ
എന്താ ഞാൻ ഏറ്റെടുക്കുന്നതെന്ന് എനിക്കും അറിയില്ലായിരുന്നു. പക്ഷെ ഇന്ന് എനിക്കറിയാം നമ്മുടെ അമ്മച്ചിയും പപ്പയും എത്ര കണ്ട് സന്തോഷിക്കുന്നുണ്ടെന്ന്. അച്ചായൻ പണ്ടേ ഓവർ സെൻസിറ്റീവാ. എനിക്കറിയാം അച്ചായൻ ആർക്കു വേണ്ടിയാ എന്തിനു വേണ്ടിയാ ജീവിക്കുന്നതെന്ന്. അത് മോളെന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. നീ ആള് കള്ളിയാ, എനിക്കറിയാം. എന്ത്? വന്നിട്ട് ഈ സമയം വരെ മോൾ അവനെ കുറിച്ച് ഒരക്ഷരം ചോദിച്ചില്ലല്ലോ. ആരുടെ കാര്യം അച്ചായനി പറയുന്നേ? വേണ്ട വേണ്ട, അച്ചായൻ അങ്ങനൊരു ജീവിത അനുഭവം ഇല്ലെങ്കിലും മനുമോടെയും മുഖം കണ്ട അറിഞ്ഞൂടെ? ഓ, ബോബനെ ഉദ്ദേശിച്ച? ആദ്യം അച്ചായന്റെ വിശേഷവും എന്റെ വിശേഷവും പറഞ്ഞിട്ട് ബോബനെ കുറിച്ച് ചിന്തിക്കാം, പോരെ? ആ, ഇന്ന് ഇത്രയും മതി. മോളൊന്ന് കിടക്കാൻ നോക്ക്. അമ്മച്ചിയുടെ ഓർമ്മ ദിവസമല്ലേ നാളെ, രാവിലെ പള്ളി പോണ്ടേ? എന്നാ അച്ചായനും വാ. എനിക്ക് ഇന്ന് എന്റെ അച്ചായന്റെ കൂടെ തന്നെ കിടക്കണം. വാ അച്ചായ. തന്റെ ആശുപത്രി പണി ഇതുവരെ ആയടോ? തീർന്നു വരുന്നു. ഫാദർ ഇടയ്ക്കൊക്കെ അങ്ങോട്ട് ഇറങ്ങാത്തെന്താ? ഇപ്പൊ അധികം യാത്രയൊന്നുമില്ല. ഈ പള്ളി കോമ്പൗണ്ടിൽ തന്നെ അതിന്റെ യാത്രയുടെ ഏരിയ. മനു ഇനി സ്പെഷ്യലൈസേഷൻ വല്ലതും? പഠിത്തമൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഇനി പോകണ്ടെന്നാ ഞാൻ പറയുന്നത്. അവർക്ക് വേണ്ടിയല്ലേ ഞാൻ ഈ ഹോസ്പിറ്റലിൽ പണിയുന്നത് തന്നെ. മനു, ഹായ് ബോബൻ. ഈശോ മിശിഹായി സ്തുതിയായിരിക്കട്ടെ അച്ഛൻ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ബോബനെ വീട്ടിലേക്ക് കണ്ടില്ലല്ലോ. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാ വന്നത്. എന്താ റോക്കി, ഇവരെ ഇങ്ങനെ നടത്തിയാ മതിയോ? ഒന്ന് പോ ഫാദർ. റോക്കി വരൂ. എനിക്കറിയാമല്ല അങ്ങനെ ചോദിക്കുക. അകന്നിരിക്കുമ്പോഴാണോ സ്നേഹം കൂടുതൽ പ്രകടമാകുന്നത്? മനസ്സിലായില്ല. മനു ലണ്ടനിലായിരുന്നപ്പോ കത്തിലും ഫോണിലൂടെയൊക്കെ എന്തൊരു വാചാലതയായിരുന്നു. നേരിട്ട് കണ്ടപ്പോ ഒന്ന് ചിരിച്ചത് പോലും വളരെ കഷ്ടപ്പെട്ട. അയ്യടാ, ഫാദറിന്റെ അച്ഛന്റെ മുന്നിൽ വെച്ച റൊമാൻസ് കാണിക്കുന്നേ. ഇപ്പൊ ഇവിടെ ആരും ഇല്ലല്ലോ. എന്നാ തുടങ്ങാം. എന്ത്? വാ പറയാം, വാ. റൊമാൻസ്. നാണിക്കും മാതൂന്തലിൽ കരിനീലമയിലാടും കൺപീലി. കാർമേഘം നാണിക്കും മാതൂന്തലിൽ കരിനീലമയിലാടും കൺപീലി. ഒന്നായിത്തീരില്ലേ നീയും ഞാനും വാർത്തിങ്കളോ നിന്റെ കണ്ണാടിയായി വാസന്തമോ
ഭയങ്കര കാറ്റായിരുന്നല്ലേ? അതെ. ഇന്ന് ഏതായാലും മഴയ്ക്കൊരു ചാൻസ് ഉണ്ട്. ഇതെന്തൊരു അനർത്ഥ കർത്താവേ. ചടങ്ങ് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കയറിയപ്പോ അശുഭ ലക്ഷണമാണല്ലോ കണ്ടത്. ഇപ്പൊ എന്ത് സംഭവിച്ചെന്നാ നിങ്ങളൊക്കെ പറയുന്നേ? മനസ്സമ്മതവും കഴിഞ്ഞ് മോതിരവും മാറി. പിന്നെന്താ? അപ്പച്ചൻ പറയുന്നൊന്നും കാര്യമാക്കണ്ട. ലോകം മുഴുവൻ ഒരു വിരൽ തുമ്പിൽ ഒതുക്കാവുന്ന ഈ കാലഘട്ടത്തിലാ അപ്പച്ചന്റെ ഒരു പഴംപുരാണം. വാ വാ, നമുക്കൊന്നും കഴിക്കാം. മോരന്മാരുടെ ടെൻഷനിലൊന്നും കഴിക്കാൻ പറ്റില്ല. അർജുനൻ പാട്ടൻ പിന്നെ കിരീടിയും ഉഗ്രമായ പെരുമ്പാമ്പും അന്നൊന്ന് പയ്യെ പോകുമ്പോ എനിക്ക് അയ്യോ, കുഞ്ഞിന്റെ കൈക്കെന്ന് പറ്റി? കാറ്റില് ജനലടഞ്ഞപ്പോ ചില്ല് പൊട്ടി വീണതാ. ഡോക്ടറോട് വേണ്ട, വിളിക്കണ്ട. കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പോയി കിടന്നോ. ചെറിയ മുറിവല്ലേ, ഉപ്പ് വെച്ച് കിട്ടിയാ മതി. അച്ഛനെന്തിയമ്മേ? മനസ്സമ്മതം കഴിഞ്ഞപ്പോ തുടങ്ങിയതാ ഈ മനസ്സമാധാനക്കേട്. അച്ഛൻ കാര്യം ചോദിക്കട്ടെ, അച്ഛന്റെ മനസ്സമ്മതത്തിന് ഇങ്ങനെയുള്ള കുഴപ്പമുണ്ടായിരുന്നോ? ഉണ്ടായി. അതാണ് നീ മനസ്സമാധാനക്കേട്. വന്നൂന്ന് അറിഞ്ഞപ്പോ മുതല് മോനെ കാണണോന്ന് വിചാരിച്ചതാ. എന്താന്നറിയില്ല, ഈയിടെ നടക്കുമ്പോ വല്ലാത്ത ശ്വാസം മുട്ട്. മരുന്നൊന്നും മുടക്കരുത്. സോഫിയെല്ലാം ശ്രദ്ധിക്കുന്നില്ലേ? ആ, എന്റെ പപ്പയ്ക്ക് വേണ്ടി ഈ ശരീരത്തിൽ ചോര ഒരുപാട് പറ്റിച്ചതാണ് നിന്റെ അപ്പൻ. പപ്പയെ ഇല്ലാതായുള്ളൂ. നിങ്ങൾക്കെന്ന് ഞാനുണ്ടാവും. ഈ ചെയ്തു വരുന്നത് തന്നെ ധാരാളം. ഇവളെ പഠിപ്പിക്കണമെന്ന ആഗ്രഹമേ എനിക്കുള്ളൂ. അത് മോൻ ചെയ്തു വരുന്നില്ലേ? ഒന്നും മറക്കൂല കുഞ്ഞെ, ഒന്നും മറക്കൂല. പഠിത്തം എവിടെ വരെ എത്തി? ബികോം ഫൈനൽ ഇയർ ആയി. സോഫിയക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടൊന്ന് വന്നൂടെ? എക്സാം ഒന്ന് കഴിഞ്ഞോട്ടെ. എന്നാ ഞങ്ങൾ അങ്ങോട്ട്. വിക്കി സാർ, ഇവരെ കാറിൽ കൊണ്ട് വിട്ടിട്ട് വാ. ശരി സാർ. വരൂ. ചെല്ല്. അച്ഛന്റെ കൂടെ ബോംബെക്ക് ഞാനും വരും. എന്താ മോളെ ഇത്? കൊച്ചു കുട്ടികളെ പോലെ. ലണ്ടനിൽ പോയി പഠിച്ചൊരു ഡോക്ടർ അല്ലേ നീ? അച്ഛനില്ലാതെ ഇവിടെ ഒരു രസവും ഇല്ല. 4 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. ഫോറിൻ ഡെലിഗേറ്റ്സ് ഒക്കെ വരുന്നുകൊണ്ടാ അവർ ഈ കോൺഫറൻസ് ബോംബെയിൽ വെച്ചത്. ഞാൻ തന്നെ പങ്കെടുത്തല്ലേ പറ്റൂ. ഹോസ്പിറ്റലിലെ ഉദ്ഘാടനം കഴിഞ്ഞാൽ മോളുടെ താമസം അങ്ങോട്ട് മാറ്റാം. എന്താ? ലാസ്റ്റ് അവർ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. എനിക്കിഷ്ടായില്ല. വെറുതെ ഇരുന്നേ ഉള്ളൂ. ഞാനും അതെ. ഞാൻ റോക്കി സാറിനെ എയർപോർട്ടിൽ കൊണ്ട് വിട്ടിട്ട് വരുന്ന വഴിയാ. വീട്ടിലേക്കാണെങ്കിൽ ഞാൻ കൊണ്ടുവിടാം. എന്നെ ശരി, ഞാൻ പോട്ടെ. വാ, കേറ്. വേണ്ട, ഞാൻ പൊയ്ക്കോളാം. പൊയ്ക്കോ.
അത് കുറച്ചുകൂടി സ്നേഹത്തോടെ പറഞ്ഞൂടെ? എന്താ, എന്നെ പേടിയാ? എന്നോട് സംസാരിക്കരുതെന്ന് കുട്ടിയോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നെ റോക്കി സാറിന്റെ സഹായം കൊണ്ടാ ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിക്കുന്നത്. എല്ലാം എനിക്കറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെയാ കുട്ടിയെ ഞാൻ ഇഷ്ടപ്പെട്ടത്. പിന്നെ എന്റെ അമ്മയും കൊണ്ട് ഞാൻ ഒരിക്കൽ വരും തന്നെ പെണ്ണ് കാണാൻ. ആ, ഇനി പൊയ്ക്കോ. ഞാൻ പേടിച്ചു പോയല്ലോ. നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി വന്നു. ഇതിലെന്തോ ദുരുദ്ദേശമുണ്ട് ഉറപ്പ്. ഞാൻ അറിയാത്തതൊന്നും അല്ലല്ലോ ഇയാളെ. സത്യം പറ. അയ്യോ, ഒരു ദുരുദ്ദേശവും ഇല്ലേ. ഈ റിങ് ഇട്ടപ്പം മുതൽ തുടങ്ങിയതാ ഇളക്കം. ആ, സമ്മതിച്ചു. ആണുങ്ങളായ അങ്ങനെയൊക്കെയാ, എന്നെ പോലെ. പക്ഷേ ഞാനിപ്പോ മറ്റൊന്നും ആലോചിക്കണേ. എന്താ? നമ്മുടെ വിവാഹം കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ ആരാ ഉള്ളത്? നമ്മൾ അല്ലാതാരാ? എന്നെ ബോബന്റെ കയ്യിൽ പിടിച്ചേൽപ്പിക്കുന്നത് ആ നെഞ്ചിന് പറിച്ചെടുത്ത അത് മറക്കരുത്. അതൊക്കെ എനിക്കറിയില്ലേ. നിനക്ക് എപ്പോ വേണേലും നിന്റെ അച്ഛനെ ഒന്ന് കാണാം. പോരെ? മതി. എന്താ, എന്ത് പറ്റി? ആ അലമാര നമ്മുടെ മേൽ. അലമാരയോ? മനു എന്തായി പറയുന്നത്? ഇപ്പൊ വീഴാൻ. എന്താ മനു, അലമാരയ്ക്ക് ഒരു കുഴപ്പമില്ലല്ലോ. അലമാരല്ലേ ഈ ഇരിക്കുന്നത്. മനുമോളെ, മനുമോളെ എന്തിനാ കരഞ്ഞത്? ഒന്നുമില്ല. ഒന്ന് പേടിയുണ്ടെങ്കിൽ ഞാൻ വന്ന് കൂട്ടി കിടക്കാം മോളെ. വേണ്ട, ഞങ്ങൾക്ക് പേടിയില്ല. ഞങ്ങളോ? ബെസ്റ്റ് പാർട്ടി. പറഞ്ഞപ്പോ തെറ്റിപ്പോയായിരിക്കും. വാ വാ. ചേച്ചി, നമുക്ക് ഈ ഫോട്ടോ ഇവിടെ തന്നെ വെക്കണം. വരുന്നവരൊക്കെ കണ്ടു നോക്കട്ടെ. ഞാനെങ്ങനെയാ വീണത്? ആരാണ് തള്ളിയിട്ടത്? അവിടെ ചോര, അവിടെ ചോര, ചുമരില്ല. അല്ല, അവിടെ പൈപ്പില്. അല്ലമ്മേ, ഞാൻ ആന അടിച്ചപ്പോ ചുമരന്നെ ചോര തുപ്പി. എന്താ ഇത്? അത് ഇതൊക്കെ ചിന്തിച്ച് മനുഷ്യന് വട്ടായി പോയെന്നാ തോന്നണേ. എടാ, മനുഷ്യനായ കുറച്ച് ധൈര്യമൊക്കെ വേണം. മോളിഞ്ഞ് മാറി, നീ ഒന്ന് മാറി. എന്താ നോക്ക്, ആൾക്കാരെ ചിറ്റിക്കാൻ രാത്രി. ഇതിലെന്താ പ്രേതം? കാണുന്നില്ലല്ലോ. ഇപ്പൊ അച്ഛനും വട്ടായല്ലേ? അതെ, മനുഷ്യനായ കുറച്ചൊക്കെ ധൈര്യം വേണം.
മോളെ എന്തിനാ നിലവിളിക്കുന്നേ? മോളെ മോളെ എന്താ ഇവിടെ സംഭവിച്ചത്? മോള് കരയുന്നു. കറങ്ങുന്നുണ്ടല്ലോ. അത് പൊട്ടി എന്റെ മേലെ വീണു. എന്നിട്ട് ആരാത് അവിടെ തന്നെ ഫിറ്റ് ചെയ്തത്? എനിക്ക് കുഞ്ഞിന്റെ തോന്നലാ. ഇല്ല, സത്യമാ. ഇതങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ലല്ലോ. സാധാരണ പാതിരാത്രിയിൽ പെണ്ണിന്റെ വേഷത്തിലാ പ്രേതം വരാറ് പതിവ്. ഇത് പട്ടാപ്പകല് പച്ചവെള്ളത്തിൽ പ്രേതം വരാന്ന് വെച്ചാൽ അയ്യോ ഈശ്വര, ഇനി നമുക്ക് എന്തൊക്കെയാ വരാൻ പോണെന്ന് ആർക്കറിയാം. നിന്റെ കരിനാക്കൊണ്ടൊന്നും പറയലടി മൂദേവി. ഏതായാലും നാളെ തന്നെ ഇതിനൊരു പരിഹാരം കണ്ടെത്തിയേ പറ്റൂ. ദുർമരണ ശാപം തന്നെ. ആരുടെ? 41 ദിവസത്തെ പഞ്ചഭൂത കർമ്മം കൊണ്ടേ യഥാർത്ഥ പ്രേതാത്മാവിനെ കണ്ടെത്താൻ കഴിയൂ. എന്നാ ഇന്നേ തുടങ്ങിക്കോളൂ. പണം കുറച്ച് ചെലവ് വരും. ഓ, അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യാം സ്വാമി. തൽക്കാലം വീട്ടിലുള്ളവർക്കൊക്കെ ഓരോ മന്ത്രച്ചരട് ജപിച്ചു തരാം. പിന്നെ 41-ാം ദിവസത്തെ ഹോമം ബംഗ്ലാവിൽ വെച്ച് തന്നെ നടത്തണം. ആയിക്കോട്ടെ. എഴുന്നേറ്റുള്ളൂ, പുറത്തിരുന്നോളൂ. ഓ ശരി. ഓക്കെ, സമ്മതിച്ചു. നിങ്ങളെല്ലാരും പറയുന്ന ക്ഷമയോട് ഞാൻ കേട്ടില്ലേ? ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്ക്. നിങ്ങളെല്ലാരും വിശ്വസിക്കുന്ന പോലെ ഈ ഭൂമുഖത്ത് യക്ഷിയോ പ്രേതമോ ഉണ്ടെന്ന് 21-ാം നൂറ്റാണ്ടിൽ ആരും വിശ്വസിക്കുകയില്ല. ഞാനും. അച്ചായ പ്ലീസ്, മനുമോൾക്ക് വേണ്ടി ഇത് കെട്ടണം. അയ്യേ, ഇങ്ങനെ പേടിച്ചാലോ? ഇത് കെട്ടിയ പിന്നെ എന്റെ പേടി കുറഞ്ഞിട്ടുണ്ട്. ചേടാ, ഇത് വലിയ പാടായല്ലോ. എന്നാൽ അതൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. നിങ്ങളൊക്കെ ഓസിന് പ്രേതത്തെ കണ്ട സ്ഥിതിക്ക് ഞാനും കൂടെ ഒന്ന് കാണട്ടെ. എന്താ, എന്നിട്ട് കെട്ടാം. ഓക്കെ? അച്ചായനായിരുന്നോ? എന്താ മോള് പേടിച്ചോ? മനുമോള് ഉറങ്ങിയോന്നറിയാൻ വന്നതാ. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അച്ചായ. മോൾ ഉറങ്ങുന്നവരെ അച്ചായൻ ഈ മുറിയിൽ തന്നെ ഇരിക്കാം, നേരം വെളുക്കുവോളം. എന്താ പോരെ? ഇത് കൊള്ളാലോ. പെട്ടെന്ന് എന്തോ മനസ്സ് 15 വർഷം പുറകോട്ട് പോയ പോലെ. അച്ചായനും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഈ മനുമോൾ എന്താവുമായിരുന്നു അല്ലേ? വലിയൊരു ആനമുട്ടയായി മാറി അത് വിരിഞ്ഞ് കുറെ കുഞ്ഞുങ്ങളുണ്ടായാലും. കിടന്നുറങ്ങാൻ നോക്കു പിന്നെ. മനുമോളെ നല്ല സ്റ്റോറിയാണ്. അച്ഛൻ വായിച്ചിട്ട് മനുമോക്ക് പറഞ്ഞു തരാം. എനിക്കൊന്നും കേക്കണ്ട, എനിക്ക് ഉറങ്ങിയാ മതി. താരങ്ങൾ മിഴിച്ചിന്നി താമരയും കണ്ണുറങ്ങി താരാട്ടും കിളിയുറങ്ങി തങ്കം നീയുറങ്ങി താരാട്ടും കിളിയുറങ്ങി തങ്കം നീയുറങ്ങി.
ീ